സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാ. എല്ലാ സുഹൃത്തുക്കൾക്കും എന്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അത ചതുസപ്തതിതമോധ്യായ. 74-ാമത്തെ അധ്യായത്തിൽ 17 വരെയുള്ള ശ്ലോകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് 18 മുതൽ 37 വരെയുള്ള ശ്ലോകങ്ങളാണ്. അപ്പോൾ യുധിഷ്ഠിരന്റെ രാജസൂയ യാഗം നടക്കുകയാണ്. അപ്പൊ അതിൽ അഗ്രപൂജ ചെയ്യേണ്ടത് ആർക്കാണ് എന്നുള്ള സംസാരം വന്നു. അപ്പോൾ ഓരോരുത്തരെ നിർദ്ദേശിച്ചു. അതൊന്നും ആർക്കും സമ്മതമായില്ല. അപ്പോൾ സഹദേവൻ കൃഷ്ണനെയാണ് നിർദ്ദേശിച്ചത്. അപ്പോൾ അതെല്ലാവർക്കും സമ്മതമായി. യുധിഷ്ഠിരൻ കൃഷ്ണനെ അഗ്രപൂജ നടത്തി. ഇത് സദസ്സിലുണ്ടായിരുന്ന ശിശുപാലന് സഹിച്ചില്ല. ശിശുപാലൻ കൃഷ്ണനെ അധിക്ഷേപിച്ച് സംസാരിച്ചു. അപ്പൊ ശിശുപാലൻ അധിക്ഷേപിച്ച് സംസാരിക്കുന്നതും എന്തുകൊണ്ടാണ് കൃഷ്ണനെ അഗ്രപൂജ നടത്തേണ്ടതെന്ന് സഹദേവൻ പറയുന്നതും ഉള്ള കാരണങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ശ്ലോകം 18. ഒന്നമോ ഭഗവതേ വാസുദേവായ സദസ്യ അഗ്ര്യാർഹണാർഹം വൈ വിമർശ്യന്ത സഭാസദഃ ന അത്യഗച്ഛൻ അനൈകാന്ത്യാത് സഹദേവസ്തദാ ബ്രവീത്. സദസ്യ അഗ്ര്യ അർഹണാർഹം വൈ വിമർശ്യന്തഃ സഭാസദഃ ന അത്യഗച്ഛൻ അനൈകാന്ത്യാത് സഹദേവഃ തഥാ അബ്രവീത്. സഭാസദഃ സഭ്യന്മാർ, അതായത് സദസ്സിലുള്ള വിശിഷ്ടന്മാർ വിമർശന്ത ആലോചിച്ചു. ആരെയാണ് അഗ്രപൂജ നടത്തേണ്ടതെന്ന് എല്ലാവരും ആലോചിച്ചു. സദസ്യ അഗ്ര്യ അർഹണാർഹം. സദസ്സിൽ ശ്രേഷ്ഠ പൂജ നടത്തേണ്ടത് ആർക്കാണ് എന്നുള്ളതിനെ പറ്റി എല്ലാവരും ആലോചിച്ചു. അനൈകാന്ത്യാത്. അപ്പൊ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. അനേകത്വം ഹേതുവായിട്ട് ന അത്യഗച്ഛൻ, നിർണയത്തെ പ്രാപിച്ചില്ല. അപ്പൊ ശ്രേഷ്ഠൻ ആരാണെന്നുള്ളത് ഓരോരുത്തരെ പറഞ്ഞു. പക്ഷെ പലരും പല അഭിപ്രായമായതുകൊണ്ട് അപ്പോ ആരെയാണെന്നുള്ള ഒരു അഭിപ്രായത്തില് ഒരു ഏകത്വം പ്രാപിച്ചില്ല. അതാണ് അനേകത്വം ഹേതുവായിട്ട് ന അത്യഗച്ഛൻ, നിർണയത്തെ പ്രാപിച്ചില്ല. അപ്പൊ ആരാണെന്നുള്ളതിന് ഒരു രൂപവുമില്ല. പലരും പലരുടെ പേരാണ് പറയുന്നത്. തഥാ അപ്പോൾ സഹദേവൻ അബ്രവി, സഹദേവൻ ഇങ്ങനെ പറഞ്ഞു. സദസ്യ അഗ്ര്യാർഹണാർഹം വൈ വിമർശ്യന്ത സഭാസദഃ നാത്യഗച്ഛൻ അനൈകാന്ത്യാത് സഹദേവസ്തദാ ബ്രവീത്. ഇനി സഹദേവൻ എന്ത് കാരണം കൊണ്ടാണ് ഭഗവാനെ അഗ്രപൂജ നടത്താനാണ് പറയുന്നത്. അപ്പൊ അത് 6 ശ്ലോകം കൊണ്ട് പറയുകയാണ്. കൃഷ്ണനെയാണ് അഗ്രപൂജ നടത്തേണ്ടത് എന്ന് പറയുന്നു. കൃഷ്ണനാണ് അഗ്രപൂജയ്ക്ക് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന് പറയുന്നു. അതിനുള്ള കാരണങ്ങൾ 19 മുതൽ 24 വരെയുള്ള 6 ശ്ലോകങ്ങളിൽ പറയുന്നു. ഇതിനെ സർവ ഉപനിഷത്ത് സാരം എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യ മഹിമ അതിന്റെ സംഗ്രഹമാണ് ഈ 6 ശ്ലോകങ്ങൾ. അതുകൊണ്ട് ഇതിനെ 6 രത്നങ്ങൾ എന്നാണ് പറയുന്നത്. ഇത് ഉപാസിക്കുന്നവർക്ക് ജന്മസാഫല്യമുണ്ടാകും. അപ്പൊ ഈ 6 ശ്ലോകങ്ങൾ പ്രധാനപ്പെട്ടതാണ്. സർവ ഉപനിഷത്ത് സാരമാണ്. ശ്രീകൃഷ്ണ മഹിമയുടെ സംഗ്രഹമാണ്. ഈ 6 ശ്ലോകങ്ങളെയും 6 രത്നങ്ങൾ എന്നാണ് പറയുന്നത്. 19 മുതൽ 24 വരെയുള്ള ശ്ലോകങ്ങൾ. അപ്പൊ കൃഷ്ണനെ എന്തുകൊണ്ടാണ്
അഗ്രപൂജയ്ക്ക് അർഹൻ എന്ന് സഹദേവൻ പറയുന്നത്. നമുക്ക് ഓരോ ശ്ലോകമായിട്ട് നോക്കാം. ശ്ലോകം 19. അർഹദിഹി അച്യുത ശ്രേഷ്ഠ്യം ഭഗവാൻ സാത്വദാമ്പതി യേഷ വൈ ദേവതാ സർവ ദേശകാലധനാദയഃ. അർഹതി ഹി അച്യുത ശ്രേഷ്ഠ്യം. അച്യുത കൃഷ്ണനാണ് ശ്രേഷ്ഠ്യം, ശ്രേഷ്ഠസ്ഥാനത്തെ അർഹതി അർഹിക്കുന്നത്. എങ്ങനെയുള്ള കൃഷ്ണൻ? ഭഗവാൻ സാത്വതാംപതി, സാത്വതാംപതി ഭഗവാനുമായ ഭഗവാൻ എന്ന് പറഞ്ഞാൽ 6 ഗുണങ്ങൾ ഉള്ളവനെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഐശ്വര്യസ്യ സമഗ്രസ്യ വീര്യസ്യ യശശ്രിയ ജ്ഞാനവിജ്ഞാനയോ ഷണ്ണാം ഭഗ ഇതീരണഃ. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വിജ്ഞാനം, അല്ലെങ്കിൽ വിജ്ഞാനം വൈരാഗ്യം എന്നും പറയാം. ഇത് 6 ഗുണങ്ങളുള്ളവനാണ് ഭഗവാൻ. അപ്പൊ 6 ഗുണങ്ങളുമുള്ള ഭഗവാൻ അച്യുത കൃഷ്ണൻ. പിന്നെ സാത്വതാംപതി ഭക്തന്മാരുടെ രക്ഷകനുമാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനാണ് ശ്രേഷ്ഠസ്ഥാനത്തെ അർഹിക്കുന്നത്. സഹദേവൻ പറയുകയാണ്, യേശവ ഇദ്ദേഹം തന്നെ ദേശകാല ധനാദയ, ദേശം, കാലം, ധനം എല്ലാത്തിനും സർവാഹ എട്ടഴിയാതെയുള്ള ദേവതകളും ആകുന്നു ഈ ഭഗവാൻ. അതായത് കാലവും ദേശവും ധനവും അതിന്റെ എല്ലാ അധിഷ്ഠാന ദേവതകളും എല്ലാം ഭഗവാൻ തന്നെയാണ്. ഈ കൃഷ്ണന്റെ സ്വരൂപങ്ങളാണ് ഇതെല്ലാം. അതുകൊണ്ട് ഈ ഭഗവാൻ തന്നെയാണ് ഇതിന് യോഗ്യൻ എന്ന് പറയുന്നു. ദ്രവ്യം കർമ്മം ച കാലം ച സ്വഭാവോ ജീവ ഏവ ച വാസുദേവാത് പരോ ബ്രഹ്മൻ ന ചാന്യോ അർത്ഥോസ്തി തത്വതഃ. അപ്പൊ ദ്രവ്യം, കർമ്മം, കാലം, സ്വഭാവം, ജീവൻ എന്നൊക്കെ പറയുന്നതെല്ലാം വാസുദേവൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് വാസുദേവൻ തന്നെയാണ് ഇതിന് യോഗ്യൻ. സമഗ്രമായിരിക്കുന്ന ഐശ്വര്യസ്യ സമഗ്രമായിരിക്കുന്ന ഐശ്വര്യത്തിന്റെ നിധാനമാണ്, അവതാരമാണ് ഭഗവാൻ. അപ്പൊ ഈ ഭഗവാൻ ദേശം, കാലം, ധനം എന്നിവയുടെ എല്ലാം അധിഷ്ഠാനമൂർത്തികളായ സകല ദേവതകളും ഭഗവാൻ തന്നെയാണ്. അർഹതിഹി അച്യുത ശ്രേഷ്ഠ്യം ഭഗവാൻ സാത്വദാമ്പതിഹി യേഷ വൈ ദേവതാ സർവ ദേശകാലധനാദയഃ. ശ്ലോകം 20. യഥാത്മകം ഇദം വിശ്വം ക്രതവശ്ച യഥാത്മകാഃ അഗ്നിർ ആഹൂതയോ മന്ത്ര സാഖ്യം യോഗശ്ച യത്പരഃ. യത് ആത്മകം ഇദം വിശ്വം ക്രതവഃ ച യഥാത്മകാഃ അഗ്നിഃ ആഹൂതയഃ മന്ത്രാഃ സാഖ്യം യോഗഃ ച യത്പരഃ. അപ്പൊ എല്ലാം ഭഗവാൻ തന്നെയാണ്. നാരായണ പരാവേദോ ദേവാ നാരായണാംഗജ നാരായണ പരാ ലോക നാരായണ പരാലോകോ നാരായണ പരാമഖ നാരായണ പരോ യോഗ നാരായണ പരം തപഃ. നാരായണൻ തന്നെയാണ് വേദവും യോഗവും പിന്നെ തപസ്സും യാഗവും എല്ലാം നാരായണൻ തന്നെയാണ്. അതാണ് ഇവിടെ പറയുന്നത്. യത് ആത്മകം ഇതം വിശ്വം. ഈ വിശ്വം, ഈ ലോകം യത് ആത്മകം യാതൊരുത്തനാകുന്ന സ്വരൂപത്തോടു കൂടിയതാകുന്നു. ഭഗവാൻ എന്ന് പറയുന്നത് ഈ ലോകം മുഴുവനും ഭഗവാൻ തന്നെയാണ്. ആ വിരാട് പുരുഷൻ. ഏവം ചതുർദശാത്മകതാം ഗതസ്യ പാതാളമീശ തവ പാദതലം വദന്തി പാദോർത്തദേശമവിദേവരസാതലം തേ ഗുൾഫദ്വയം ഖലു മഹാതലം അത്ഭുതാത്മൻ. ആ വിരാട് പുരുഷൻ തന്നെയാണ് ഈ 14 ലോകങ്ങളുമായിട്ട് വ്യാപിച്ചിരിക്കുന്നത്. കാണപ്പെടുന്നതും കേൾക്കുന്നതുമായ ഈ സർവ്വലോകവും ഈ ഭഗവാൻ തന്നെയാണ്. ഭഗവാന്റെ ഓരോ ഭാഗങ്ങളും
ഭഗവാന്റെ പാദമൂലമാണ് പാതാളം, ശിരസ് ബ്രഹ്മലോകമാണ്. ഇതിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളെല്ലാം 14 ലോകങ്ങളുമാണ്. അപ്പൊ കാണപ്പെടുന്നതും കേൾക്കപ്പെടുന്നതുമായ സർവ്വലോകവും ഭഗവാൻ തന്നെയാണ്. അതാണ് യഥ ആത്മകം ഇതം വിശ്വം. ഈ വിശ്വം യഥാത്മകം യാതൊരുത്തനാകുന്ന സ്വരൂപത്തോടു കൂടിയതാകുന്നു. കൃതവഹാച്ച ക്രതുക്കള് യാഗങ്ങള് യഥാത്മകാഹ യാതൊരുത്തനാകുന്ന ആത്മാവോട് കൂടിയതാകുന്നു. എല്ലാ യാഗങ്ങളും ഭഗവാനാകുന്ന ആത്മാവോട് കൂടിയതാകുന്നു. പിന്നെ അഗ്നിഹി അഗ്നിയും ആഹൂതയ ആഹൂതികളും മന്ത്രാഹ മന്ത്രങ്ങളും സാഖ്യം ജ്ഞാനവും യോഗഹാച്ച കർമ്മവും യത്പര യാതൊരുത്തനെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാം ഭഗവാൻ തന്നെയാണ്. യാഗങ്ങളും അഗ്നിയും ആഹൂതികളും മന്ത്രങ്ങളും എല്ലാം ഭഗവാൻ തന്നെയാണ്. യത്പരഹ യാതൊരുത്തനെ ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ്, അതായത് ഈശാവാസ്യം ഇതം സർവം, എല്ലാം ഈ ജഗത്ത് മുഴുവൻ ഭഗവാൻ നിറഞ്ഞിരിക്കുന്നു. വാസുദേവ സർവമിതി, എല്ലാം വാസുദേവൻ തന്നെയാണ് എന്ന് പറയുകയാണ്. അതാണ് നാരായണ പരാവേദ ദേവം നാരായണാംഗജ നാരായണ പരാലോക നാരായണ പരാമഖ, എല്ലാം വാസുദേവൻ തന്നെയാണ്, നാരായണൻ തന്നെയാണ്. അപ്പൊ യാഗങ്ങളും അഗ്നിയും ആഹൂതികളും മന്ത്രങ്ങളും കർമ്മവും എല്ലാം ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. പിന്നെ ബാക്കി കാര്യം പറയണ്ട, എല്ലാം ഭഗവാൻ തന്നെയാണ്. അതായത് എല്ലാമായി വിളങ്ങുന്ന ഭഗവാനെ പൂജിച്ചാൽ എല്ലാവരും തൃപ്തരാകും. യഥാത്മകം ഇതം വിശ്വം കൃതവശ്ച യഥാത്മകാഹ അഗ്നുരാഹൂതയോ മന്ത്ര സാഖ്യം യോഗശ്ച യത്പരഹ. സാഖ്യം എന്ന് വെച്ചാൽ ജ്ഞാനം, യോഗം എന്ന് വെച്ചാൽ കർമ്മം, എല്ലാം ഭഗവാൻ തന്നെയാണ്. ശ്ലോകം 21. ഏക ഏവാദ്വിതീയോ അസൗ ഏതത് ആത്മമിദം ജഗത് ആത്മന ആത്മാശ്രയ സഭ്യ സൃജത്യവതിഹന്ത്യജഃ. ഏകഃ ഏവ അദ്വിതീയഃ അസൗ അസാവൈതേതാത്മമിദം ജഗത്. അപ്പൊ അത് സന്ധി പിരിക്കുമ്പോൾ അസൗ പ്ലസ് ഏതത് പ്ലസ് ആത്മം ഇദം ജഗത്. അപ്പൊ ഏക ഏവ അദ്വിതീയോ അസൗ ഏതത് ആത്മ്യം ഇദം ജഗത് ആത്മന ആത്മാശ്രയ സഭ്യാഹ സൃജതി അവധി ഹന്തി അജഹ. ഇത് പല പ്രാവശ്യം വന്നതാണ്. സൃജത്യവത്യ ഹന്തി, സൃജതി അവധി ഹന്തി അജഹ. അസൗ ഇദ്ദേഹം ഏകഹ ഏവ ഒരുവനാണ്, അദ്വിതീയം രണ്ടാമതില്ലാത്തവൻ, ഏകം അദ്വിതീയം ബ്രഹ്മ ഒരുവൻ, രണ്ടില്ലാത്ത ഒന്ന്. രണ്ടായാൽ ഒന്ന്, രണ്ട് എന്ന് പറഞ്ഞാൽ വേറെ ഒരാളും കൂടെ ഉണ്ട്. ഇവിടെ രണ്ടില്ലാത്ത ഒന്ന്, അതാണ് അദ്വിതീയം. രണ്ടാമതൊന്നില്ലാത്തതായ ഒന്നാണ് ഭഗവാൻ. ഇതം ജഗത് ഈ ലോകം ഏതത് ആത്മ്യം ഇദ്ദേഹമാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ്. ആത്മാ ആശ്രയ ആത്മാവാകുന്ന ആശ്രയത്തോടു കൂടിയവനായ അജഹ ജനനരഹിതനാണ്. അജൻ എന്ന് പറഞ്ഞാൽ ജനനരഹിതൻ, ജന്മമില്ലാത്തവനാണ്. ജനനമുണ്ടെങ്കിലേ മരണമുള്ളൂ. ഭഗവാൻ അവതരിച്ചതാണ്. അവതാരം എന്ന് പറഞ്ഞാൽ എന്താണ്? അവതാരം ഇറങ്ങി വരിക, മുകളിൽ നിന്നും താഴോട്ട് ഇറങ്ങി വന്നതാണ്. ഭഗവാന് ജനനമോ മരണമോ ഇല്ല. പണ്ടുള്ളവനും ഇപ്പോഴുള്ളവനും അവസാനവും ഉള്ളവനും എല്ലാം ഭഗവാൻ തന്നെയാണ്. ആത്മാ ആശ്രയ ആത്മാവാകുന്ന ആശ്രയത്തോടു കൂടിയവനായ അജഹ ജനനരഹിതൻ. സഭ്യ അല്ലയോ സഭ്യന്മാരെ, ആത്മന ആത്മാവായിക്കൊണ്ട് സൃജതി ആത്മാവിനെ കൊണ്ട് സൃജതി സൃഷ്ടിക്കുന്നു, അവധി രക്ഷിക്കുന്നു, ഹന്തി ഹനിക്കുന്നു. അപ്പോ ഭഗവാൻ എന്ന് പറഞ്ഞ ഏകനും അദ്വിതീയനും ആത്മാവ് ഈ ലോകം തന്നെ ഭഗവാനാകുന്ന സ്വരൂപത്തോടുകൂടി ഉള്ളവനുമാകുന്നു. അപ്പൊ ഇത് എല്ലാ ഉപനിഷത്ത് വാക്യങ്ങളാണ്, വേദവാക്യങ്ങളാണ്. സദേവ സൗമ്യമിതം അഗ്ര ആസി ഏവം ഏവ അദ്വിതീയം ബ്രഹ്മ ഏതത് ആത്മമിതം സർവം. അതായത് സർവം ഖല്ലിതം ബ്രഹ്മ, ഇവിടെ കാണപ്പെടുന്ന എല്ലാം ബ്രഹ്മം തന്നെയാണ്. ഈശാവാസ്യം ഇതം സർവം,
എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ആത്മ ആശ്രയനാണ്, അന്യത്തെ ആശ്രയിക്കാത്തവനാണ്. സ്വന്തം സ്വരൂപം കൊണ്ട് ബഹുവിധമായ ജഗത്തിനെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നു. അതുകൊണ്ട് അല്ലയോ സഭ്യന്മാരെ, ശ്രേഷ്ഠന്മാരെ, ഇവൻ ജനനമില്ലാത്തവനാണ്, അജനാണ്. നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഭഗവാൻ ഇവിടെ ലീലാ വിഗ്രഹ രൂപം ധരിച്ച് ഈ സദസ്സിൽ പ്രകാശിക്കുന്ന ഈ പുരുഷോത്തമനെ അല്ലാതെ നമ്മൾ ആരെയാണ് പൂജിക്കേണ്ടത് എന്ന് സാരം. ഏക ഏവാദ്വിതീയോസൗ ഏതദാത്മ്യമിദം ജഗത് ആത്മനാ ആത്മാശ്രയ സഭ്യ സൃജത്യവതിഹന്തി അജാം. ശ്ലോകം 22. വിവിധാനീഹ കർമാണി ജനയൻ യദപേക്ഷയാ ഈഹതേ തതയം സർവ ശ്രേയോ ധർമാദിലക്ഷണം. വിവിധാനി ഇഹ കർമാണി ജനയൻ യദപേക്ഷയാ യാതൊരുവന്റെ കടാക്ഷത്താൽ വിവിധാനി ബഹുവിധങ്ങളായ കർമാണി കർമ്മങ്ങൾ ജനയൻ ഫലവത്തുക്കളായി ഭവിക്കുന്നു. ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരം നടക്കുന്നതും അതുപോലെ ബഹുവിധമായ കർമ്മങ്ങൾ ഭവിക്കുന്നതും. പിന്നെയോ യാതൊരുവനിൽ നിന്ന് അയം സർവ ഈ സർവലോകവും ധർമാദിലക്ഷണം ധർമാദികളായ ലക്ഷണങ്ങളോടുകൂടിയ ശ്രേയസിനെ ഈഹതേ സാധിക്കുന്നു. അപ്പൊ സകല ജീവജാലവും യാതൊരുവനിൽ നിന്ന് ധർമാർത്ഥ കാമമോക്ഷ ആയ 4 വിധ പുരുഷാർത്ഥങ്ങളെ സാധിക്കുന്നുവോ ആ പരമപുരുഷൻ കരുണാനിധി സർവേശ്വരൻ ഈ കൃഷ്ണമൂർത്തി തന്നെയാണ്. അതായത് നമ്രാണാം സന്നിധത്തെ സതതമപി പുരസ്തൈരൻ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദഗതിഞ്ച. അപ്പൊ നമ്മള് ചോദിക്കാതെ തന്നെ ഭഗവാനെ പ്രാപിച്ചാൽ അനഭ്യർത്ഥിതാനപി ചോദിക്കാതെ തന്നെ വിതരസി കാമാൻ അജസ്രം ധാരാളം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരും. അവസാനമോ പരമാനന്ദഗതിഞ്ച പരമാനന്ദഗതിയും കൂടെ മോക്ഷപ്രാപ്തി പോലും ഭഗവാൻ നമുക്ക് തരും. അപ്പോ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ സാധിപ്പിച്ചു തരുന്ന ഭഗവാനാണ് ഇവിടെ ഇരിക്കുന്നത്. കരുണാനിധിയാണ്, സർവേശ്വരനാണ്. അതാണ് ഈ ശ്രീകൃഷ്ണ മൂർത്തി. ഭഗവാന്റെ കടാക്ഷം കൊണ്ടാണ് ഇവിടെ സകലതും നടക്കുന്നത്. ഭഗവാന്റെ ഒരു ഈക്ഷണം മതി. ഈ സൃഷ്ടിസ്ഥിതിക്കൊക്കെ ഭഗവാന്റെ ഒരു ഈക്ഷണം മതി. വിവിധാനീഹ കർമാണി ജനയന്യതപേക്ഷയാ ഈഹതേ തദ അയം സർവ ശ്രേയോ ധർമാദി ലക്ഷണം. ശ്ലോകം 23. തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേത് സർവഭൂതാനാം ആത്മനച്ചാർഹണം ഭവേത്. തസ്മാത് അത് ഹേതുവായിട്ട് മഹതേ മഹാത്മാവായിരിക്കുന്ന കൃഷ്ണായ കൃഷ്ണനായിക്കൊണ്ട് പരമാർഹണം അതായത് അഗ്രപൂജ ദീയതാം ദാനം ചെയ്യപ്പെടണം. ഏവം ചേ ഇപ്രകാരമായാൽ സർവഭൂതാനാം സർവഭൂതങ്ങൾക്കും ആത്മനഹ ആത്മാവിനും അർഹണ പൂജ ഭവേത് സംഭവിക്കും. കൃഷ്ണന് പൂജ ചെയ്താൽ മതി സർവഭൂതങ്ങൾക്കും അത് സന്തോഷമായിരിക്കും. അല്ലെങ്കിൽ സർവഭൂതങ്ങൾക്കുമുള്ള പൂജയായി ഭവിക്കും. കാരണം എന്താണ്? ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈശ്വരൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലാണ്. അഹം ആത്മാ ഗുഢാകേശ സർവഭൂതാശയസ്ഥിത. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ ആത്മാവായിട്ട് വർത്തിക്കുന്നു. അപ്പൊ ഭഗവാൻ ഇവിടെ കൃഷ്ണന് പൂജ ചെയ്താൽ ആ പൂജ എല്ലാ പേർക്കുമായിട്ട് എല്ലാ ഭൂതങ്ങൾക്കുമായിട്ട് ഭവിക്കും. കാരണം എന്താണ്? എല്ലാവരുടെയും ഹൃദയത്തിൽ ഇരിക്കുന്നത് ഈ ആത്മാവായ കൃഷ്ണൻ തന്നെയാണ്. തസ്മാത് കൃഷ്ണായ മഹതേ ദീയതാം പരമാർഹണം ഏവം ചേത് സർവഭൂതാനാം ആത്മനച്ചാർഹണം ഭവേത്.
അപ്പൊ സർവാത്മാവായിരിക്കുന്ന കൃഷ്ണനായിക്കൊണ്ട് അഗ്രപൂജ നടത്തിയാൽ സർവഭൂതങ്ങളും സർവ അന്തര്യാമിയായ പരമാത്മാവും പ്രസാദിക്കും. ശ്ലോകം 24. സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യ അനന്ത്യ ഇച്ഛതാ. സർവഭൂത ആത്മഭൂതായ സർവഭൂതങ്ങളുടെ ആത്മാവായി ഭവിക്കുന്നവനും ശാന്തായ ശാന്തനും അനന്യദർശിനെ അന്യത്തെ ദർശിക്കാത്തവനും പൂർണായ പരിപൂർണനുമായ കൃഷ്ണായ കൃഷ്ണനായിക്കൊണ്ട് ദത്തസ്യ ദാനത്തിന്റെ ആനന്ദ്യം അനന്തഫലത്തെ ഇച്ഛത ഇച്ഛിക്കുന്നവനാൽ ദേയം ദാനം ചെയ്യപ്പെടാൻ യോഗ്യമാകുന്നു. അപ്പൊ കൃഷ്ണനെ പൂജിച്ചാൽ ആത്മസംതൃപ്തി എങ്ങനെ ഉണ്ടാകും എന്ന് പറയുകയാണ്. അതായത് സർവഭൂതങ്ങളുടെയും ഉള്ളിൽ ആത്മാവായി വിളങ്ങുന്നവനും ഈശ്വര സർവഭൂതാനാം ഹൃദയശേ ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിലാണ്, എല്ലാവരുടെ ആത്മാവായി വിളങ്ങുന്നവനാണ്, ശാന്തനാണ്, പരിപൂർണനാണ്. അങ്ങനെയുള്ളതാണ് ഈ കൃഷ്ണൻ. അപ്പൊ ദാനത്തിന്റെ ഫലം അനന്തമായി കാക്ഷിക്കുന്നവർ കൃഷ്ണനായിക്കൊണ്ട് തന്നെ ദാനം ചെയ്യണം. അപ്പൊ കൃഷ്ണൻ സന്തോഷിച്ചാൽ സർവഭൂതങ്ങളും സന്തോഷിക്കും. സർവഭൂതാത്മഭൂതായ കൃഷ്ണായ അനന്യദർശിനേ ദേയം ശാന്തായ പൂർണായ ദത്തസ്യ അനന്ത്യ ഇച്ഛതാ. ശ്ലോകം 25. ഇത്യുക്ത സഹ ദേവോഭൂത് തുഷ്ണീം കൃഷ്ണാനുഭാവവേത് തശ്രുത്വാ തുഷ്ടുവു സർവേ സാധു സാധു ഇതി സത്തമാ. കൃഷ്ണാനുഭാവവേത് ഇത് ഉക്ത സഹദേവ അഭൂത് തുഷ്ണി. ഇത് ഉക്ത ഇങ്ങനെ പറഞ്ഞിട്ട് സഹദേവ സഹദേവൻ തുഷ്ണീം അഭൂത് മിണ്ടാതെയിരുന്നു. കൃഷ്ണ അനുഭാവവത് കൃഷ്ണന്റെ മാഹാത്മ്യത്തെ അറിയുന്ന സഹദേവൻ ഇത്രയും പറഞ്ഞിട്ട് മിണ്ടാതെ ഇരുന്നു. അപ്പൊ ഈ 6 ശ്ലോകങ്ങൾ 19 മുതൽ 24 വരെയുള്ള 6 ശ്ലോകങ്ങൾ അത് സർവ ഉപനിഷത്തുകളുടെ സാരമാണ്. കൃഷ്ണന്റെ മാഹാത്മ്യത്തെ എന്റെ സംഗ്രഹമാണ്. ഇത് 6 രത്നങ്ങളാണ്. അപ്പൊ ഇത് അതായത് സർവം വിഷ്ണുമായ ജഗത് എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ സർവം കല്ലിതം ബ്രഹ്മ എന്ന ശ്രുതി സാരങ്ങളുടെ സമ്പൂർണമാണ്. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് സഹദേവൻ എന്ത് ചെയ്തു? മിണ്ടാതെ ഇരുന്നു. അപ്പൊ സത്തുക്കൾ വെച്ച് ഉത്കൃഷ്ടന്മാരായ സർവ്വ എല്ലാ പേരും അതിനെ ശുദ്ധ കേട്ടിട്ട് സാധു സാധു ഇതി നല്ലത് നല്ലത് എന്ന് സ്തുതിച്ചു. അപ്പൊ എല്ലാരും പറഞ്ഞു കൊള്ളാം കൊള്ളാം, ഇത് തന്നെയാണ് നല്ലത്, കൃഷ്ണൻ തന്നെയാണ് അഗ്രപൂജയ്ക്ക് അർഹൻ എന്ന് പറഞ്ഞു. ഇത്യുക്ത സഹദേവാഭൂത് തുഷ്ണീം കൃഷ്ണാനുഭാവവേത് തശ്രുദ്വാ തുഷ്ടുവോ സർവേ സാധു സാധു ഇതി സത്തമാഹ. ശ്ലോകം 26. ശ്രുത്വാ ദിജേരിതം രാജാ ജ്ഞാത്വാഹാർദം സഭാസദാം സമർഹയത് ഋഷികേശം പ്രീതപ്രണയവിഹ്വലഃ. ശ്രുത്വാ ദിജേരിതം ദിജേരിതം രാജ ജ്ഞാത്വാഹാർദം സഭാസദാം. രാജാവ് ദിജേരിതം ബ്രാഹ്മണരാൽ പറഞ്ഞതിനെ ശുദ്ധ്വ കേട്ടിട്ട്, ഇപ്പൊ ബ്രാഹ്മണരെല്ലാം എന്തു പറഞ്ഞു? എല്ലാം സാധു സാധു, കൊള്ളാം, ശ്രേഷ്ഠം ശ്രേഷ്ഠം എന്ന് പറഞ്ഞല്ലോ, നല്ലത് നല്ലതെന്ന് പറഞ്ഞല്ലോ. സഭാസദാം സഭയിലിരിക്കുന്നവരുടെ ഹാർദം ഹൃദയസ്നേഹത്തെ ജ്ഞാത്വം അറിഞ്ഞിട്ട് പ്രീതിയുള്ളവനായി പ്രണയവിഹ്വല സ്നേഹപരവശനായി ഋഷികേശനെ ഇന്ദ്രിയ പ്രേരകനായ ഭഗവാനെ സമർഹയത് പൂജിച്ചു. അപ്പൊ ഇത് കേട്ട് എല്ലാവരും നല്ല സാധു സാധു എന്ന് പറഞ്ഞല്ലോ, നല്ലത് നല്ലതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ യുധിഷ്ഠിരൻ എന്ത് ചെയ്തു? എല്ലാവരുടെ അഭിപ്രായം മാനിച്ച് പരമാത്മാവായ കൃഷ്ണനായിക്കൊണ്ട് തന്നെ അഗ്രപൂജ ചെയ്തു. ശുദ്ധ്വാദിചേരിതം രാജ ജ്ഞാത്വാഹാർദം സഭാസദാം സമർഹയത് ഋഷികേശം. സമർഹയത് പൂജിച്ചു.
പ്രണയവിഹ്വലഃ. ശ്ലോകം 27. തത്പാദ അവനിജ്യാപ ശിരസാലോകപാവനീഃ സ ഭാര്യ സാനുജാമാത്യ സ കുടുംബോ അവഹന്മുദാ. തത്പാദൗ അവനിജ്യാപഃ. അവനിജ്യ ആപഃ. തത്പാദൗ അവന്റെ പാദങ്ങളെ അവനിജ്യ ക്ഷാളനം ചെയ്തിട്ട്, അതായത് ശ്രീകൃഷ്ണന്റെ പാദപത്മങ്ങളെ കഴുകി, ലോകപാവനി ലോകങ്ങളെ പരിശുദ്ധമാക്കുന്ന ആപഹ ആ ജലത്തെ, ഭഗവാന്റെ പരബ്രഹ്മ സ്വരൂപനായിരിക്കുന്ന ഭഗവാന്റെ പാദമാണ്. അതെന്താണ്? ആ പരിപാവനമായ ആ ജലത്തെ ശിരസ തന്റെ സ്വന്തം ശരീരം കൊണ്ട്, സ്വന്തം ശരീരത്തിലും ഭാര്യാസഹിതനും സാനുജ അമാത്യ അനുജന്മാരോടും മന്ത്രിയോടും കൂടിയവനും സകുടുംബം കുടുംബസഹിതവുമായിട്ട് മുതാ സന്തോഷത്തോടെ വഹിച്ചു. എല്ലാവർക്കും ആ തീർത്ഥജലം തളിച്ചു. ആ പാദതീർത്ഥം താനും അതുപോലെ ഭാര്യ പാഞ്ചാലിക്ക്, ഭീമനും, അനുജന്മാർക്കും, മന്ത്രിമാർക്കും, കുടുംബത്തിലുള്ള സകലർക്കും ഏറ്റവും സന്തോഷത്തോടുകൂടി ആ പാദതീർത്ഥം തളിച്ചു. എല്ലാവരും ആ പാദതീർത്ഥം വഹിച്ചു. തത്പാദ അവനിജ്യാപ ശിരസാലോക പാവനീഃ സ ഭാര്യ സാനുജാമാത്യ സ കുടുംബോ അവഹൻ മുദാ. ശ്ലോകം 28. വാസോഭി പീത കൗശേയൈർ ഭൂഷണൈശ്ച മഹാധനൈഃ അർഹയിത്വാശ്രുപൂർണാക്ഷോ നാശകത് സമവേക്ഷിതം. വാസോഭിഃ പീത കൗശേയൈഃ. പീതകൗശ, പീത എന്ന് വെച്ചാൽ മഞ്ഞപ്പട്ട്, മഞ്ഞ നിറത്തോടുകൂടിയ പട്ട് നൂലുകളാൽ ഉണ്ടാക്കപ്പെട്ട വാസോഭി വസ്ത്രങ്ങൾ കൊണ്ടും, മഞ്ഞപ്പട്ട് കൊണ്ടുള്ള വസ്ത്രം കൊണ്ടും, മഹാധനൈ അധികം വില പിടിച്ച ഭൂഷണ ആഭരണങ്ങൾ കൊണ്ടും, അർഹയിത്വ പൂജിച്ചിട്ട്, അശ്രുപൂർണാക്ഷ ആനന്ദബാഷ്പം നിറഞ്ഞ കണ്ണുകളോട് കൂടിയവനായി, സമവേക്ഷിതും നന്നായി നോക്കുവാനായിക്കൊണ്ട് നാശക ശക്തനായില്ല. അപ്പോൾ ഭഗവാനെ പീതാംബരങ്ങൾ ഉടുപ്പിക്കുകയും ഉത്തരീയം ധരിപ്പിക്കുകയും ഒക്കെ ചെയ്ത് വിലപിടിപ്പുള്ള രത്നങ്ങളും ആഭരണങ്ങളും ഒക്കെ ധരിപ്പിച്ചു. സാക്ഷാൽ ഭഗവാനെ ഈ വിധം അലങ്കരിച്ച് പൂജിച്ച് അങ്ങനെയുള്ള ഭാഗ്യം സിദ്ധിച്ചത് കണ്ട് ആ യുധിഷ്ഠിരന്റെ കണ്ണിൽ കൂടി ആനന്ദാശ്രുക്കൾ ഒഴുകി. അപ്പൊ ഇങ്ങനെ കണ്ണുനീരൊലിച്ചപ്പോൾ ഭഗവാനെ നേരെ കാണാൻ പോലും സാധിച്ചില്ല. നോക്കിക്കാണാൻ ആനന്ദബാഷ്പം നിറഞ്ഞപ്പോൾ ആ മനോഹര രൂപം നല്ലവണ്ണം നോക്കിക്കാണാൻ യുധിഷ്ഠിരന് സാധിച്ചില്ല. വാസോഭി പീത കൗശേയേ ഭൂഷണശ്ച മഹാധനൈഃ അർഹയിത്വാശ്രുപൂർണാക്ഷോ നാശകത് സമവേക്ഷിതം. ശ്ലോകം 29. ഇത്തം സപാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാഃ നമോജയേതി നേമുസ്തം നിവേദു പുഷ്പവൃഷ്ടയഃ. ഇത്തം സപാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയഃ ജനാഃ നമഃ ജയ ഇതി നേമുഹു തം നിപേതുഹു പുഷ്പവൃഷ്ടയഃ. ഇതം ഇപ്രകാരം സഭാജിതം സൽക്കരിക്കപ്പെട്ടവനെ വീക്ഷ്യ കണ്ടിട്ട് സർവേ ജനാഹ എല്ലാ ജനങ്ങളും പ്രാഞ്ജലയ പ്രകർഷേണ അഞ്ജലി കൂപ്പിക്കൊണ്ട് കൈ കൂപ്പി തൊഴുതുകൊണ്ട് നമഃ നമസ്കാരം പറഞ്ഞ് ജയിച്ചാലും ഇത് എന്ന് പറയുന്നവരായി തം അവനെ നേമുഹു നമസ്കരിച്ചു. പുഷ്പവൃഷ്ടയ പുഷ്പവൃഷ്ടികൾ നിവേദു പുഷ്പവൃഷ്ടി ചെയ്തു. യുധിഷ്ഠിരനാൽ അഗ്രപൂജ സ്ഥാനത്ത് ഇരുത്തി സൽക്കരിക്കപ്പെട്ട കൃഷ്ണനെ കണ്ട സകല ജനങ്ങളും കൈകൂപ്പിക്കൊണ്ട് നമസ്കരിച്ച് ഭഗവാൻ ജയിച്ചാലും എന്ന് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നമസ്കരിച്ചു. ആകാശത്തു നിന്ന് ദേവന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു. ഇതം സപാജിതം വീക്ഷ്യ സർവേ പ്രാഞ്ജലയോ ജനാഃ നമോജയേതി നേമുസ്തം നിവേദു പുഷ്പവൃഷ്ടയഃ. ശ്ലോകം 30. ഇത്തം നിശമ്യ ദമഘോഷ സുഖസ്വപീഡാത് ഉത്ഥായ കൃഷ്ണഗുണവർണ്ണന ജാതമന്യുഃ ഉക്ഷിപ്യ ബാഹും ഇദമാഹ സദസ്യമർഷി സംശ്രാപയൻ ഭഗവതേ പരുഷാണ്യഭീതഃ. ഇത്തം നിശമ്യ ഇപ്രകാരം കേട്ടിട്ട്
ദമഘോഷസുതഃ, ദമഘോഷന്റെ പുത്രൻ ശിശുപാലൻ, സ്വപീഠാത് ഉത്ഥായ, തന്റെ പീഠത്തിൽ നിന്ന് എണീറ്റിട്ട് കൃഷ്ണഗുണ വർണ്ണന ജാതമന്യുഹു, കൃഷ്ണന്റെ ഗുണങ്ങളെ വർണ്ണിച്ചപ്പോൾ, എല്ലാവരും കൃഷ്ണന്റെ ഗുണങ്ങളെ വർണ്ണിച്ചപ്പോൾ ഉണ്ടായ മന്യുഹു, കോപത്തോടു കൂടിയവനായിട്ട് ശിശുപാല എണീറ്റ് എന്ത് ചെയ്തു? ഉക്ഷിപ്യ ബാഹും ഇതം ആഹ, ബാഹു കൈയിനെ ഉക്ഷിപ്യ ഉയർത്തിയിട്ട്, കൈ ഉയർത്തിപ്പിടിച്ച് അമർഷി ക്രോധയുക്തനായി അഭീത ഭയമില്ലാത്തവനായിട്ട് ഭഗവതേ ഭഗവാനായിക്കൊണ്ട് പരുഷാണി പരുഷങ്ങളെ സംശ്രായവൻ കേൾപ്പിക്കുന്നവനായി പരുഷ വാക്കുകൾ പറഞ്ഞുകൊണ്ട് സദസ്സിൽ ഇതം ഇതിനെ ആഹ പറഞ്ഞു. അപ്പൊ എല്ലാവരും നല്ലത് നല്ലതെന്ന് പറഞ്ഞ് ഭഗവാനെ കൂപ്പി സ്തുതിച്ച് പുഷ്പവൃഷ്ടി നടത്തിയപ്പോൾ ദമഘോഷന്റെ മകനായ ശിശുപാലൻ ദേഷ്യത്തോടുകൂടി കൈ ഉയർത്തിപ്പിടിച്ച് പരുഷവാക്കുകൾ കൊണ്ട് ഒട്ടും ഭയമില്ലാതെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ശിശുപാലൻ ആരാണ്? അതായത് ഭഗവാന്റെ വിഷ്ണു പാർഷദനായിരുന്നു. സനകാദികൾ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ജയവിജയന്മാർ എന്ന വിഷ്ണു പാർഷദന്മാർ സനകാദികളെ തടഞ്ഞു. അപ്പോൾ സനകാദികൾ ശപിച്ചു, നിങ്ങൾ അസുരയോനിയിൽ ജനിക്കട്ടെ എന്ന്. അപ്പോൾ 3 ജന്മം കൊണ്ട് ഭഗവാനെ പെട്ടെന്ന് പ്രാപിക്കാൻ സാധിക്കും എന്ന് ഭഗവാൻ തിരിച്ച് അവർക്കൊരു അനുഗ്രഹവും കൂടെ കൊടുത്തു. അപ്പം അതിൽ 3 ജയൻ എന്ന് പറഞ്ഞ അവൻ ആദ്യ ജന്മത്തിൽ ഹിരണ്യകശിപുവായും, 2ാമത്തെ ജന്മത്തിൽ രാവണനായും, 3ാമത്തെ ജന്മത്തിൽ ശിശുപാലനായും ജനിച്ചു. അങ്ങനെ ഭഗവാന്റെ പാർഷദനായ ജയനായിരുന്നു ഈ ശിശുപാലൻ. അപ്പൊ അങ്ങനെ വിദ്വേഷ ഭക്തി കൊണ്ട് ഭഗവാനെ പെട്ടെന്ന് പ്രാപിക്കാം, 3 ജന്മം കൊണ്ട് പ്രാപിക്കാം എന്ന് ഭഗവാൻ അനുഗ്രഹം കൊടുത്തു. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ ദ്വേഷിച്ചിട്ട് അവൻ, അല്ലാതെ അസുരനല്ല, ഭഗവാന്റെ പാർഷദനായിട്ട് സനകാദികളുടെ ശാപം മൂലം ഇങ്ങനെ 3 ജന്മങ്ങൾ ഭഗവാന്റെ വിദ്വേഷികളായി ജനിച്ചതാണ്. അപ്പൊ അതുകൊണ്ടാണ് അവന് ഒട്ടും ഭയമില്ലാതെ പറഞ്ഞത്. ഇതം നിശമ്യ ദമഘോഷ സ്വപീഠാ ഉത്ഥായ കൃഷ്ണ ഗുണവർണ്ണന ജാതമന്യു ഉക്ഷിപ്യ ബാഹുമിതമാക സദസ്യമർഷി സംശ്രാവയൻ ഭഗവതേ പരിഷാണ്യഭീതഃ. ശ്ലോകം 31. ഈശോ ദുരത്യയ കാല ഇതി സത്യവതീശുതി വൃദ്ധാനാമപി യദ്ബുദ്ധിർ ബാലവാക്യൈ വിഭിദ്യതേ. ഈശഃ ദുരത്യഃ കാല, കാലം ഈശഃ ഈശ്വരനും ദുരത്യഃ അതിക്രമിക്കാൻ കഴിയാത്തതുമാണ്. ശിശുപാലൻ ഭഗവാനെ നിന്ദിച്ചത് വിവരിക്കുകയാണ്. കാലം ഈശ്വരനാണ്, അതിനെ അതിക്രമിക്കാൻ കഴിയാത്തതാണ്. ഇത് ശ്രുതി എന്നുള്ള കേൾവി സത്യവതി സത്യം തന്നെയാണ്. എന്തുകൊണ്ടെന്നാൽ യാതുഹേതുവായിട്ട് വൃദ്ധാനാമപി വയസ്സന്മാരുടെയും ബുദ്ധി, വിചാരബുദ്ധി ബാലവാക്യ ബാലന്മാരുടെ വാക്യങ്ങളാൽ വിഭിദ്യതയെ ഭ്രമിച്ചു പോയിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പ്രായമായവരൊക്കെ ഉണ്ട്. ഏറ്റവും ഇളയനായ സഹദേവൻ പറഞ്ഞ വാക്കിനെ ഇവരെല്ലാം ശരിവച്ചിരിക്കുകയാണ്. എന്താണ്? അപ്പോ ശിശുപാലൻ ചോദിക്കുകയാണ്, ഈ വൃദ്ധന്മാരുടെ വിചാരശക്തിയെല്ലാം നശിച്ചു പോയോ? ഈ ബാലന്റെ വാക്ക് കേട്ട് ഭ്രമിച്ചു പോയിരിക്കുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാലത്തെ അതിക്രമിക്കാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഈ വൃദ്ധന്മാരെല്ലാം വിചാരശക്തി നഷ്ടപ്പെട്ടവരായിരിക്കുകയാണ് എന്ന് ചോദിക്കുകയാണ്. അപ്പൊ അത് നിന്ദാവാക്യം ആയിട്ട് പറയുകയാണ്. അതായത് ശ്രേഷ്ഠന്മാരായ വൃദ്ധന്മാർ പോലും ഇപ്പോൾ അവരുടെ ബുദ്ധികളൊക്കെ ബുദ്ധിയൊക്കെ ഭ്രമിച്ചു പോയിരിക്കുകയാണ്. ഈ കൊച്ചുകുട്ടിയുടെ വാക്ക് കേട്ട്
അവരുടെ വിചാരശക്തി പോലും നശിച്ചിരിക്കുകയാണോ? ഈശോ ദുരത്യയ കാല ഇതി സത്യവതീ ശ്രുതി വൃദ്ധാനാം യത് ബുദ്ധിർ വൃദ്ധാനാമപി യത് ബുദ്ധിർ ബാലവാക്യേ വിഭിദ്യതേ. ശ്ലോകം 32. യൂയം പാത്രവിദാം ശ്രേഷ്ഠ മാമത്വം ബാലഭാഷിതം സദസത്പതയ സർവേ കൃഷ്ണോ യത് സമ്മതോർഹണേ. അപ്പൊ ഇനി ഉള്ള 2 ശ്ലോകങ്ങള്, 2 3 4 ശ്ലോകങ്ങൾ, അതിനെ ഈ ശിശുപാലന്റെ നിന്ദയായിട്ടും പറയാം. അതിനെ വേറെ ഒരു രൂപത്തിൽ അന്വയിച്ചാൽ അത് സ്തുതിയായിട്ടും വരാം. അപ്പൊ അത് നമുക്ക് നോക്കാം. യൂയം പാത്രവിദാം ശ്രേഷ്ഠ മാ മത്വം ബാലഭാഷിതം സദസത്പതയ അല്ലയോ സദസ്സിലുള്ള യോഗ്യന്മാരെ, ശിശുപാലൻ നിന്ദിച്ചു പറയുകയാണ്, സദസ്സിലുള്ള ശ്രേഷ്ഠന്മാരെ, പാത്രവിധം പാത്രം അറിയുന്നതിൽ വച്ച് ശ്രേഷ്ഠ ഉത്കൃഷ്ടന്മാരായ യുവം നിങ്ങൾ ശ്രേഷ്ഠന്മാരാണല്ലോ. നിങ്ങൾക്ക് പാത്രം അറിയുന്നതില് നിങ്ങൾ ശ്രേഷ്ഠന്മാരാണ്. ആർക്കാണ് പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് പറയുമല്ലോ. ആരാണ് ശ്രേഷ്ഠനെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയോ? സർവേ എല്ലാവരും കൃഷ്ണൻ അർഹേ സൽക്കാരത്തിൽ സമ്മതൻ യത് എന്നുള്ള ബാലഭാഷിതം ബാലവാക്യത്തെ മാ മന്ധ്വം ഗണ്യമാക്കരുത്. അപ്പൊ ഈ കുട്ടി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഗണിക്കരുത്. യവനെ ശിശു സഹദേവൻ, യവനൊന്നും അറിഞ്ഞുകൂടാ. അപ്പൊ ശ്രേഷ്ഠന്മാരായ നിങ്ങൾക്ക് വിചാരശീലമില്ലേ? നിങ്ങൾ എന്താണ് യവൻ പറഞ്ഞതിനെ സമ്മതിക്കുന്നത്? എന്തുകൊണ്ടാണ്? മത്വം അതിനെ നിങ്ങൾ ഗണ്യമാക്കരുതേ. മത്വം എന്ന് വെച്ചാൽ ഗണ്യമാക്കരുതേ. ബാലവാക്യത്തെ, ഈ കുട്ടി പറയുന്ന വാക്യത്തെ നിങ്ങൾ ഗണിക്കരുത്. അത് നിന്ദാപരമായിട്ട് പറയാം. ഇനി ഇതിനെ സ്തുതിപരമായിട്ട് പറഞ്ഞാൽ ഇതിനെ വേറൊരു രീതിയിൽ പറയാം. മത്വം എന്നുള്ള അമത്വം എന്ന് വായിക്കാം. അമത്വം. അപ്പോൾ അമത്വം എന്ന് പറഞ്ഞാൽ ഇത് ബാലഭാഷിതത്തോട് ചേരും എന്ന് വിപരീതമായി അമത്വം എന്ന് വരും. അതായത് യോഗ്യന്മാരായ സദസ്യന്മാരെ കൃഷ്ണൻ അഗ്രപൂജ സ്ഥാനാർഹൻ എന്ന് സഹദേവൻ പറഞ്ഞ ബാലഭാഷിതം എന്ന് വിചാരിച്ച് നിങ്ങൾ അതിനെ അനാദരിക്കരുത് എന്ന് വരും. അമത്വം, നിങ്ങൾ അതിനെ അനാദരിക്കരുത്. അങ്ങനെ നമ്മൾ അന്വയിച്ചാൽ അങ്ങനെ എടുക്കാം. അനാദരിക്കരുത് എന്ന് വരും. മത്വം എന്ന് പറഞ്ഞാൽ ഗണ്യമാക്കരുത് എന്ന് വരും. അമത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിനെ അനാദരിക്കരുത്. അപ്പൊ കൃഷ്ണൻ തന്നെ യോഗ്യൻ എന്നും വരും. അപ്പൊ ഇതിനെ 2 രീതിയിൽ അന്വയിച്ച് പറയാം. ഒന്ന് നിന്ദാപരമായി അവൻ സഹദേവൻ പറഞ്ഞ വാക്കിനെ നിങ്ങൾ ഗണിക്കരുത്. അപ്പോ കൃഷ്ണൻ അഗ്രപൂജ അർഹൻ എന്നുള്ളത് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് വരും. ഇനി സ്തുതിപരമായിട്ട് വരുമ്പോൾ ഇതിനെ നിങ്ങൾ അനാദരിക്കരുത്. അവൻ പറഞ്ഞതിനെ അനാദരിക്കരുത്. കാരണം എന്താണ്? ഇത് ശിശുപാലൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പാർഷദനായിരുന്നതാണ്. അപ്പൊ അങ്ങനെയും നമുക്ക് 2 രീതിയിലും ഇനിയുള്ള ശ്ലോകങ്ങളെ പറയാം. യൂയം പാത്രവിദാം ശ്രേഷ്ഠം മത്വം ബാലഭാഷിതം സദസസ്പതയ സർവേ കൃഷ്ണോ യത് സമ്മതോർഹണേ. ഇനി ശ്ലോകം 33, 34 കൂടെ ഒന്നിച്ചു പറയാം. തപോ വിദ്യാവ്രതാധരാൻ ജ്ഞാനവിധ്വംസ കൽമഷാൻ പരമർഷിൻ ബ്രഹ്മനിഷ്ഠാം ലോകപാലൈശ്ച പൂജിതാൻ സതസസ്പതീൻ അതിക്രമ്യ ഗോപാലാകുലപാംസനഃ യഥാകാകപുരോടാശം സപര്യാം കഥമർഹതി. തപോ വിദ്യ വ്രതധരൻ, തപസ് വിദ്യ വ്രതം എന്നിവയെ ധരിക്കുന്നവരും ജ്ഞാന വിധ്വസ്ത കൽമഷാൻ ജ്ഞാനത്താൽ നശിക്കപ്പെട്ട പാപത്തോടു കൂടിയവരും പരമർഷി ബ്രഹ്മനിഷ്ഠാൻ ബ്രഹ്മത്തിൽ സ്ഥിരമായിരിക്കുന്നവരും
ലോകപാലൈഹ ച പൂജിതാൻ, ലോകപാലന്മാർ പൂജിക്കപ്പെടുന്നവരുമായ പരമർഷി, യോഗ്യന്മാരായ ഋഷികളായ. അപ്പൊ അവിടെ ഇരിക്കുന്ന ഋഷിമാര്, നേരത്തെ പറഞ്ഞു വേദവ്യാസനാത്രി, ഇങ്ങനെയുള്ള പരമ ഋഷിമാരെല്ലാം അവിടെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള തപസ്, വിദ്യാവ്രതം എന്നിവരെ ധരിക്കുന്നവരും ജ്ഞാനത്താൽ നശിപ്പിക്കപ്പെട്ട പാപത്തോടു കൂടിയവരും ബ്രഹ്മനിഷ്ഠന്മാരുമായി ലോകപാലകന്മാരായി പൂജിക്കപ്പെടുമാരുമായ ഋഷിമാർ അവിടെയുണ്ട്. വ്യാസൻ, വസിഷ്ഠൻ, ഭരദ്വാജൻ, ഇങ്ങനെയുള്ള എല്ലാ ഋഷിമാരും ഇരിക്കുകയാണ് അവിടെ. അപ്പൊ ഇങ്ങനെയുള്ള ഋഷിമാരായ സദസ്പതി, സദസ്സിലെ പ്രമാണികളെ അതിക്രമ്യ, ഇവരെയൊക്കെ അതിക്രമിച്ചിട്ടാണ് കുലപാംസന, കുലത്തിൽ കളങ്കത്തെ ജനിപ്പിക്കുന്നവനായ ഗോപാലക, ഗോപാലൻ, കുലത്തിൽ കളങ്കമുണ്ടാക്കുന്ന ഈ ഗോപാലപാലനാണ്, ഈ ആട്ടിടയൻ, അല്ല ഈ ഇടയൻ, പശുക്കളെ സംരക്ഷിക്കുന്ന ഗോപാലനെയാണ് യവൻ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയാണ് ഗോപാലനെ പൂജിക്കുന്നത്? കാക പുരോടാശമേത, യാഗഭാഗത്തെ ഒരു കാക്ക എടുത്തുകൊണ്ടുപോയാൽ എന്താണ് അതിന് ഫലം? ഈ യാഗഭാഗത്തെ ഒരു കാക്ക അപഹരിച്ചു കൊണ്ടുപോകും പോലെയാണ്. ഇവനൊരു ഗോപാലനാണ്, പശുക്കളെ മേയ്ക്കുന്നവനാണ്. ഇവനാണ് സപര്യാം പൂജയെ കഥമർഹതി, എങ്ങനെ അർഹിക്കുന്നു? സദസ്സിൽ വ്യാസനെയും വസിഷ്ഠനെയും പോലെയുള്ള മഹാ ഋഷിമാരുണ്ട്. ഇവരെ ഒന്നും പൂജിക്കാതെ ഈ പശുക്കളെ മേയ്ക്കുന്ന ഈ ഗോപാലനെയാണോ നിങ്ങൾ പൂജിക്കുന്നത്? അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുന്ന കാക്ക യാഗഭാഗത്തെ എടുത്തുകൊണ്ടുപോയാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് എന്ന് പറയുകയാണ്. കാക്ക ഹവിസിന് അവകാശിയാകുന്നത് പോലെയാണ് ഈ അഗ്രപൂജയ്ക്ക് ഈ ഗോപാലൻ, ഈ പശുവിനെ മേയ്ക്കുന്നവൻ അർഹനായിരിക്കുന്നത്. അത് നിന്ദയായിട്ട് പറയുമ്പോൾ അങ്ങനെ വരാം. ഇനി അതിന് സ്തുതിയായിട്ട് വന്നാലോ? ഗോപാലൻ, ഗോ എന്നുള്ളതിനർത്ഥം ഭൂമിയെ പാലിക്കുന്നവൻ, ഗോപാലൻ, ഭൂമി എന്നർത്ഥമുണ്ട്. വേദസ്വരൂപനായിരിക്കുന്നവൻ. പിന്നെ ഗോപാലൻ എന്ന് ഗോ എന്ന് വെച്ചാൽ സ്വർഗം എന്ന അർത്ഥമുണ്ട്, പശു എന്നും അർത്ഥമുണ്ട്. അപ്പൊ ലോകങ്ങളെയും പ്രാണികളെയും അതുപോലെ വേദോക്തമായ കർമ്മങ്ങളെയും പാലിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. ഇനി കുലപാംസനൻ എന്ന് പറഞ്ഞാൽ കുൽസിതങ്ങളായ വേദകർമ്മങ്ങളെ, അതായത് വേദവിപരീതങ്ങളായ കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നവരെ അംസതെ നശിപ്പിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. കുലപാംസനൻ, അംസത എന്ന് വെച്ചാൽ നശിപ്പിക്കുക. അപ്പൊ വിപരീത കർമ്മം ചെയ്യുന്ന പാഖണ്ഡന്മാരെ നശിപ്പിക്കുന്നവൻ ആരോ അവനാണ് കുലപാംസനൻ. ഗോപാല കുലപാംസൻ എന്ന് വിളിച്ചല്ലോ. പിന്നെ യഥാ കാക എന്നുള്ള യഥാ കാക ചേർത്ത് വായിക്കുമ്പോൾ യഥാ കാക, യഥാ അകാക എന്ന് വരും. അകാക എന്ന് വരുമ്പോ കം എന്ന് വെച്ചാൽ സുഖം, അകം എന്ന് വെച്ചാൽ ദുഃഖം. അപ്പൊ കാകങ്ങൾ എന്ന് വെച്ചാൽ സുഖദുഃഖങ്ങൾ. അകാക എന്ന് വെച്ചാൽ സർവ കാമങ്ങളും സാധിച്ച് പരമ സംതൃപ്തിയോടെ ഇരിക്കുന്നവൻ എന്ന് അർത്ഥമായിട്ടെടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് ഭഗവാന് ഒരു സ്തുതിയായിട്ട് വരും. ഇത് കൃഷ്ണൻ ബ്രഹ്മർഷി യോഗ്യരായ പൂജ മാത്രമല്ല അർഹിക്കുന്നത്, പിന്നെയോ ആത്മസമർപ്പണത്തോടുകൂടി അർഹിക്കുന്നു. ഞാൻ പുരോടാശാദി പദാർത്ഥങ്ങളെ അല്ല, എന്നെ തന്നെ പരമാത്മാവിൽ ഹോമിക്കാൻ ഇതാ ഒരുങ്ങിയിരിക്കുക എന്ന് പറയുകയാണ്. അതായത് ശിശുപാലന് 3ാമത്തെ ജന്മമാണിത്. അപ്പോ ഈ ജന്മത്തോടെ അവന് ഭഗവാനിൽ ചേരാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് എന്നെ തന്നെ ഞാൻ ഭഗവാന് സമർപ്പിക്കുകയാണ്, നിങ്ങൾ എല്ലാവരും എന്നെ അനുഗ്രഹിക്കുവിൻ. അപ്പൊ ശിശുപാലന്റെ ആ ഭക്തി തന്നെ പരമാർത്ഥമായ ഭഗവത് പ്രാപിക്കാനുള്ള ആ സാധനയാണ് ആ ശിശുപാല മുഖത്തിൽ നിന്നും നിർഗളിച്ചത്. അപ്പൊ ഞാൻ എന്നെ തന്നെ ഇവിടെ സമർപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള അർത്ഥമായിട്ടും ഇതെടുക്കാം. അപ്പൊ അത് സ്തുതിപരമായിട്ട് വരും. അപ്പൊ അത്
ഞാൻ ആ പൂജയെ കഥമർഹതി എങ്ങനെ അർഹിക്കുന്നു എന്നുള്ളത് അങ്ങനെയും നമുക്കെടുക്കാം. ശ്ലോകം 33-34 കൂടെ വായിക്കാം. തപോ വിദ്യാവ്രതരാൻ ജ്ഞാനവിധ്വസ്ത കൽമഷാൻ പരമർഷിൻ ബ്രഹ്മനിഷ്ഠാം ലോകപാലൈശ്ച പൂജിതാൻ സതസത്പതിമതിക്രമ്യ ഗോപാലാകുലപാംസനഃ യഥാ കാകപുരോടാശം സപര്യാം കഥമർഹതി. ഇനി പറയുകയാണ് 35. ഇതെല്ലാം ശിശുപാലൻ പറയുന്നതാണ്. വർണ്ണാശ്രമ കുലാഭേദ സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി ഗുണൈർഹീന സപര്യാം കഥമർഹതി. വർണ്ണാശ്രമ കുലാഭേദ, വർണ്ണാശ്രമം കുലം ഇവയോട് കൂടാത്തവനാണ്. ഇപ്പൊ ജാതി ആശ്രമം കുലം ഇവയൊന്നും ഇല്ല ഇവന്. പിന്നെ സർവധർമ്മ ബഹിഷ്കൃത, സകല ധർമ്മങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെട്ടവനാണ്. ഇവന് ഒരുവിധ ധർമാനുഷ്ഠാനവും ഇല്ല. ഗോപാലനാനല്ലേ, ഇഷ്ടം പോലെ എന്തും ചെയ്ത് നടക്കുന്നവനാണ്. യാതൊരുവിധ ഗുണങ്ങളും ഇല്ലാത്തവനാണ്. സ്വൈരവർത്തി, ഇഷ്ടം പോലെ നടക്കുന്നവൻ. ഗുണഹീന, ഗുണങ്ങളില്ലാത്തവൻ. സപര്യാം, പൂജയെ കഥം. അങ്ങനെയുള്ളവൻ എങ്ങനെ പൂജ ചെയ്യും? അപ്പോ ഇവന് ആശ്രമമായത് കുലമായതോ ഒന്നുമില്ല. പിന്നെ ഇഷ്ടം പോലെ നടക്കും, തോന്നിയ പോലെ നടക്കും, ഒരു ഗുണവും ഇല്ലാത്തവനാണ്. അപ്പൊ ഇവൻ പൂജാർഹൻ അല്ല എന്ന് നിന്ദയായിട്ട് പറയാം. ഇനി സ്തുതിയായിട്ട് പറയുമ്പോഴാണെങ്കിലോ ഒരു ഗുണവുമില്ല എന്ന് വെച്ചാൽ ഗുണാതീതനാണ് ഭഗവാൻ. ഗുണങ്ങൾക്ക് അതീതനാണ് ഭഗവാൻ. ഭഗവാന് രൂപമോ വർണ്ണമോ ആശ്രമമോ ഒന്നുമില്ല. എല്ലാത്തിന്റെയും നിയന്താവാണല്ലോ ഭഗവാൻ. അപ്പൊ ഭഗവാൻ ഇന്ന ജാതിയിലാണ് ഇന്ന ആശ്രമത്തിലാണെന്ന് പറയാൻ പറ്റുമോ? എല്ലാത്തിന്റെയും നിയന്താവ്, എല്ലാത്തിൽ നിന്നും ഉയർന്നവനാണ്, എല്ലാ ഗുണങ്ങളെയും അതിക്രമിച്ചവനാണ്. ഇങ്ങനെ സർവേശ്വരനായ കൃഷ്ണനെ സാധാരണക്കാരെ പൂജിക്കുന്ന മട്ടിൽ പൂജിച്ചാൽ പോരാ. സാധാരണ ജീവന്മാർ പൂജിക്കാൻ അർഹരായിരിക്കെ ഈശ്വരനായ കൃഷ്ണനെയും അതുപോലെ പൂജിച്ചാൽ മതിയെന്ന് സഭ്യന്മാരായ നിങ്ങൾ ഒരിക്കലും നിശ്ചയിക്കരുത്. ഇപ്പൊ ഭഗവാനെ സാധാരണ പൂജിക്കുന്ന പോലെ പോരാ, പൂജിച്ചാൽ പോരാ. ഭഗവാനോടുകൂടി സായുജ്യം തന്നെ പ്രാപിക്കണം. അതിനായി ദേഹാഭിമാനത്തെ എല്ലാം ഹോമിക്കുക തന്നെ വേണം. അതിന് ഞാനിതാ സന്നദ്ധനായി ഭവിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ശിശുപാലൻ പറയുന്നത് ആയിട്ട് നമുക്കിതിനെ എടുക്കാം. വർണ്ണാശ്രമകുലാഭേദ സർവധർമ്മ ബഹിഷ്കൃത സ്വൈരവർത്തി ഗുണൈർഹീന സപര്യാം കഥം അർഹസി. ശ്ലോകം 36. യയാദിനൈഷാം ഹി കുലം ശബ്ദം സത്ഭിർ ബഹിഷ്കൃതം വൃഥാപാനരഥം ശശ്വത് സപര്യാം കഥമർഹതി. യയാദി നൈഷാം ന യേഷാം, യേഷാം ഇവരുടെ കുലം വംശം യയാദിന, യയാദിയാൽ ശബ്ദം ശപിക്കപ്പെട്ടതാണ്. അതായത് യദുകുലത്തിലാണ് ഭഗവാൻ ജനിച്ചത്. യയാദി തനിക്ക് ജരാനര മാറ്റി യൗവനം തരണമെന്ന് പുത്രന്മാരോട് അപേക്ഷിച്ചപ്പോൾ പൂരു ഒഴിച്ച് ബാക്കിയുള്ളവരൊന്നും കൊടുക്കാൻ തയ്യാറായില്ല. അപ്പോൾ യയാദി അവരെ ശപിച്ചു, നിങ്ങൾക്ക് രാജ്യഭാരമൊന്നും കിട്ടാതാവട്ടെ. അങ്ങനെ യദുക്കന്മാർക്ക് രാജഭാരമൊന്നും കിട്ടൂല, അവര് രാജാക്കന്മാരാകില്ല. അങ്ങനെ ശപിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് യയാദിയാൽ ശപിക്കപ്പെട്ടവരാണ്. സത്വി, സത്തുക്കളാൽ ബഹിഷ്കൃതം, പുറത്താക്കപ്പെട്ടവരാണ്. വൃഥാപാനരഥം, വൃഥ എപ്പോഴും മദ്യപാനത്തിൽ താല്പര്യമുള്ളവരാകുന്നു. ശശ്വത് സപര്യ, എല്ലായ്പ്പോഴും പൂജയെ കഥമർഹതി, എങ്ങനെ ഇങ്ങനെയുള്ളവർക്ക് പൂജ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിക്കുകയാണ്. അപ്പൊ യദുവംശത്തെ അങ്ങനെ കൃഷ്ണനെ എങ്ങനെ പൂജിക്കും എന്ന് പറയാം. പിന്നെ ഇത് യദുവംശത്തെ മാഹാത്മ്യമായിട്ടും കാണിക്കാം. അപ്പൊ യദുവംശത്തെ വർണ്ണിക്കാൻ എന്നെ പോലുള്ളവർക്ക് സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ യയാദി ശപിച്ചുവെങ്കിലും സജ്ജനങ്ങൾ ഇവരെ ആദരിക്കുന്നല്ലോ. പ്രായച്ചിത്താദി കർമ്മങ്ങൾ കൊണ്ട് അവരുടെ ശാപം ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ഇല്ലാതാക്കി. അതുമാത്രമല്ല, സാക്ഷാൽ ഭഗവാൻ സച്ചിദാനന്ദ സ്വരൂപൻ ഇപ്പോൾ ഈ കുലത്തിൽ അവതരിച്ചിരിക്കുകയാണ്. ആ കുലം ഭഗവാന്റെ സ്വന്തം കുലമാണ്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ ഭൂഭാരം തീർക്കാൻ ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ കുലം
നന്മയുണ്ടായി, ഈ കുലത്തിന് അഭിവൃദ്ധി ഉണ്ടായി. അപ്പൊ ഇവർ മദ്യപാനന്മാരൊന്നും അല്ല. അങ്ങനെ ഇരിക്കുന്ന യദുക്കളെ സാധാരണക്കാരെ പോലെ പൂജിച്ചാൽ പോരാ എന്ന് പറയുകയാണ്. കൃഷ്ണനെ വിശേഷിച്ചും അത്യുത്തമ സ്ഥാനത്തിൽ വെച്ച് പൂജിക്കണം എന്നുള്ള അർത്ഥമായിട്ടും എടുക്കാം. യയാതിനൈഷാം ഹികുലം ശബ്ദം സദ്ഭിർ ബഹിഷ്കൃതം വൃഥാപാനരഥം ശശ്വത് സപര്യാം കഥമർഹതി. ശ്ലോകം 37. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതേ ബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധതേ ദസ്യവഹ പ്രജാഹ. ബ്രഹ്മർഷി സേവിതാൻ, ബ്രഹ്മർഷികൾ സേവിക്കുന്ന ദേശാൻ, ദേശങ്ങളെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് ഏതേ ദസ്യവഹ, ഈ കള്ളന്മാർ അബ്രഹ്മവർച്ചിതം, ബ്രഹ്മ തേജസ്സില്ലാത്ത സമുദ്രം ദുർഗം, സമുദ്രദുർഗത്തെ ആശ്രയിച്ചിട്ട് പ്രജാഹ, പ്രജകളെ ബാധത ഉപദ്രവിക്കുന്നു. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്തു? യാദവന്മാർ ബ്രഹ്മർഷികൾ വസിക്കുന്ന സ്ഥലങ്ങൾ ഉപേക്ഷിച്ചിട്ട് വേദശബ്ദമില്ലാത്ത സമുദ്രത്തെ ആശ്രയിച്ചില്ലേ, എന്നിട്ട് പ്രജകളെ ദ്രോഹിക്കുന്നവരല്ലേ എന്ന് പറയുകയാണ്. ഇനി അപ്പൊ ദ്രോഹിക്കുന്നവരെന്ന് പറയുന്നു. അപ്പോ ഇനി ഇത് സ്തുതിയായിട്ട് വരുമ്പോ അബ്രഹ്മവർച്ചസം, വേദവിരുദ്ധ കർമാചരണത്തോടു കൂടിയത്, അദസ്യവ, ശത്രുക്കളോട് കൂടാത്തവർ എന്ന് കൊടുക്കാം. ദസ്യവ എന്ന് പറയുമ്പോ ഈ കള്ളന്മാരെന്ന് പറയാം. അദസ്യവ എന്നെടുക്കുമ്പോഴാ ശത്രുക്കളോട് കൂടാത്തവർ. സമുദ്രം, സമുദ്രം, മുദ്രയോട് കൂടിയത്. മുദ്ര എന്ന് വെച്ചാൽ അടയാളം, ദുർഗം എന്ന് വെച്ചാൽ അറിയാൻ കഴിയാത്തത് എന്നുള്ള പദച്ഛേദവും അർത്ഥവും നിശ്ചയിക്കുമ്പോൾ അത് സ്തുതിയായിട്ട് വരും. അപ്പൊ ഈ യാദവന്മാർ കേവല രാജാക്കന്മാരെ പോലെ ദുഷ്ടനിഗ്രഹത്തിനായിട്ട് പോലും കീഴടാതി ദേശങ്ങളെ ആശ്രയിക്കുന്നവരല്ല, ബ്രഹ്മർഷികൾ സേവിക്കുന്ന ദേശങ്ങളെ മാത്രം ആശ്രയിക്കുന്നവരാണ്. വേദവിരുദ്ധ കർമ്മങ്ങൾ ആചരിക്കുന്ന പാഖണ്ഡന്മാർ മര്യാദക്കാരായ പ്രജകളുടെ കൂട്ടത്തിൽ ഇരിക്കുന്നുവെങ്കിലും അവരെ തിരഞ്ഞുപിടുത്ത് രാജ്യത്തിൽ നിന്ന് ഓടിക്കുന്ന യാദവന്മാർക്ക് തുല്യന്മാർ ആരിയ്ക്കുന്നു? അവരിൽ പ്രധാനിയായ കൃഷ്ണനെ സാമാന്യ നിലയിൽ പൂജിച്ചാൽ പോരാ, വിശേഷ പൂജ തന്നെ ചെയ്യണം എന്നും പറയാം. അപ്പൊ അങ്ങനെ ശിശുപാലന്റെ നിന്ദമായിട്ട് പറയുന്നതാണ് ഇത്രയും കാര്യങ്ങൾ, ഇതുവരെയുള്ള ശ്ലോകങ്ങൾ, 37 വരെയുള്ള ശ്ലോകങ്ങൾ. അപ്പൊ അതിനെ സ്തുതിപരമായിട്ടും അന്വയിച്ച് പറയാവുന്നതാണ്. അപ്പൊ ഇത്രയും നമുക്കിന്ന് ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബ്രഹ്മർഷി സേവിതാൻ ദേശാൻ ഹിത്വൈതേ ബ്രഹ്മവർച്ചസം സമുദ്രം ദുർഗമാശ്രിത്യ ബാധതേ ദസ്യവ പ്രജാഹ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്, ഹരി ഓം തത്സത്.